പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 25-ാം വാക്യം. ജെറമ്യ ചാപ്റ്റർ 31 വേഴ്സ് 25 നാം ഇപ്രകാരം വായിക്കുന്നു: ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും, വിശന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഏവനും ഞാൻ തൃപ്തി വരുത്തും. കരയുന്ന പ്രവാചകൻ എന്ന അപര നാമധേയത്തിൽ അറിയപ്പെടുന്ന പ്രവാചകനത്രേ യിരെമ്യാവ്. ദൈവത്തിൽ നിന്നും അകന്നുപോയി വഷളത്വത്തിൽ നിന്നും വഷളത്വത്തിലേക്ക്, അന്യ ആരാധനയിൽ നിന്നും വളരെ വികലമായ ആരാധനാ രീതികളിലേക്ക്, പരസംഗത്തിലേക്ക് എന്നുവേണ്ട ദൈവഹിതത്തിന് വിപരീതമായ സകല മേഖലകളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഇടവിൽ നിന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വീരനായ യിരെമ്യാവ് ഇസ്രായേൽ ജനത്തിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ദൈവിക ആലോചന ഇതാ പ്രവാചകൻ അറിയിക്കുകയാണ്. ഇസ്രായേൽ കന്യകയെ, നീ മടങ്ങി വരിക. നീ മടങ്ങി വന്നാൽ സ്വർഗത്തിലെ ദൈവം എന്താണ് ചെയ്യുന്നത്? മറ്റൊന്നുമല്ല, നീ ക്ഷീണിച്ചിരിക്കുകയാണോ? നിന്റെ ക്ഷീണം മാറ്റുവാൻ ഞാൻ മതിയായവനാ. നീ വിശന്ന് വലഞ്ഞിരിക്കുകയാണോ? നിന്റെ വിശപ്പിനെ മാറ്റിത്തരുവാൻ ഞാൻ മതിയായവനാണ്. 2024 ജൂൺ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച അതിരാവിലെ ഇന്നേ ദിവസത്തേക്കുള്ള ദൈവവചനം വാഗ്ദത്തമായി കേൾക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ദൈവമക്കളെ, പലവിധ വിഷയത്തിൽ ഞാനും നിങ്ങളും ക്ഷീണിച്ച് വലഞ്ഞ് തളർന്നിരിക്കുകയാണ്. ഒരാൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ, മറ്റൊരാൾ ആരോഗ്യകാര്യത്തിൽ, വേറൊരാൾ ജോലിയുടെ കാര്യം, മറ്റൊരാൾ നിലനിൽപ്പിന്റെ പ്രശ്നം എന്നു വേണ്ട ഒരു മനുഷ്യന്റെ ആയുസ്സിന്റെ ഘട്ടത്തിൽ കടന്നു പോകുന്ന വിവിധ വിഷയങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നവരാണ് നാം ഏവരും. നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ഭാരങ്ങളും തളർച്ചകളും ക്ഷീണങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ നമ്മൾ ആ ക്ഷീണത്തിലും തളർച്ചയിലും വേദനയിലും പ്രശ്നത്തിലും തട്ടി വീണ് തടർന്നു ഉഴഞ്ഞ് പോകേണ്ടവരല്ല എന്നോർക്കുക. അതേ പ്രിയമുള്ളവരെ, നാം തകർന്നു പോകുവാനല്ല സ്വർഗത്തിലെ ദൈവം തൻ്റെ ഓമന കുമാരനെ കാൽവറി കൊലക്കളത്തിൽ തകർത്തത്. ഞാനും നിങ്ങളും ക്ഷീണിച്ചു പോകുവാനല്ല തൻ്റെ ഓമന കുമാരൻ ക്ഷീണിച്ച് തളർന്ന് വെള്ളത്തിനായി കേണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്. എന്റെയും നിങ്ങളുടെയും ക്ഷീണം അകറ്റുവാൻ, വേദന അകറ്റുവാൻ, പ്രയാസം അകറ്റുവാൻ, എന്റെയും നിങ്ങളുടെ ഒറ്റപ്പെടലുകളെ മാറ്റുവാൻ കർത്താവ് കാൽവറിയിൽ പരമയാഗമായെങ്കിൽ ഈ പ്രഭാതത്തിൽ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ സുഹൃത്തെ, സഹോദരങ്ങളെ, താങ്കളുടെ പ്രശ്നങ്ങൾ മാറ്റുവാൻ യേശു മതിയായവനാണ്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വിഷയം എന്താണ്? ഭാരം ഏതാണ്? നിങ്ങൾ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലായിരിക്കാം. നിങ്ങളുടെ കൂട്ടായ്മയിൽപ്പെട്ട ആർക്കും അറിവില്ലായിരിക്കാം. അതെ, നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഏറ്റവും നിർണായക ദിവസങ്ങളായിരിക്കാം. വേദന നിറഞ്ഞ അവസ്ഥകളായിരിക്കാം. ഒരുപക്ഷെ വിദൂരത്തുള്ള നിങ്ങളുടെ മക്കളുടെ ഒരു ഫോൺ കോൾ ആയിരിക്കാം നിങ്ങളുടെ സ്വസ്ഥത നശിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ നേരിടാൻ പോകുന്ന ചില മെഡിക്കൽ റിപ്പോർട്ടുകളായിരിക്കാം നിങ്ങളുടെ മനസ്സമാധാനത്തെ തൂത്തെറിഞ്ഞത്.
അല്ലെങ്കിൽ മറ്റെന്തുമായിരിക്കാം. നിങ്ങൾ നേരിടുന്ന ചില ജപ്തി ഭീഷണികൾ, നിയമക്കുരുക്കുകൾ, പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ എന്തുമായിക്കോട്ടെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, ഉറങ്ങുവാൻ കഴിയുന്നില്ല, വചനം വായിക്കുവാൻ കഴിയുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് തൃപ്തിയാകുന്നില്ല എന്ന് വേണ്ട, ഒന്നിനും സന്തോഷമില്ല, ഒന്നിനോടും താല്പര്യമില്ല, ഒരു വികാരവുമില്ലാത്ത നിർവികാരികളായി തീർന്നിരിക്കുന്ന നമ്മെ കർത്താവിന് ആവശ്യമുണ്ട്. നമ്മൾ നമ്മുടെ പ്രശ്നത്തിൽ മുഴുകിയിരിക്കുന്നവരാണ്. ആ പ്രശ്നത്തിന് മുകളിൽ പ്രശ്ന പരിഹാരകനായ കർത്താവിനെ കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം പിശാച് പിന്നെയും എന്റെ പ്രശ്നം, നിന്റെ പ്രശ്നം വലുതാണ്, അത് മാറുകയില്ല, അതെങ്ങനെ മാറാനാ, ഈ വിഷയം നിന്നെ കൊണ്ടേ പോവുകയുള്ളൂ എന്നിങ്ങനെയുള്ള വേണ്ടാത്ത വാക്കുകൾ നമ്മുടെ ചെവിയിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ അതിന് ചെവി കൊടുക്കുന്നു, അത് മാത്രമേ കേൾക്കുന്നുള്ളൂ, കേൾക്കേണ്ടത് കേൾക്കുന്നില്ല. അതെ, എന്നാൽ ഇന്ന് പകൽ അങ്ങനെയുള്ളവരോട് യിരെമ്യാ പ്രവാചകനിൽ കൂടെ വാഗ്ദത്ത വചനമായി പറയുന്നു, ക്ഷീണിച്ചിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ക്ഷീണം മാറ്റുവാൻ ഞാൻ മതിയായവനാ. ദാഹിച്ച് വിശന്നിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ ഞാൻ വിശ്വസ്തനും മതിയായവനുമാ. അങ്ങനെയെങ്കിൽ ഏത് നിലയിലാണ് ഇന്ന് താങ്കളുടെ അവസ്ഥ? ദാഹിച്ച് ക്ഷീണിച്ച് വിശന്ന് തളർന്നിരിക്കുകയാണോ? നിങ്ങളുടെ ഏത് വിധത്തിലുള്ള തളർച്ച മാറ്റുവാനും കർത്താവ് മതിയായവനാ. ആ കർത്താവിന്റെ കരങ്ങളിൽ പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുക, ഏൽപ്പിക്കുക, വിട്ടുകൊടുക്കുക. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാനിച്ച് അനുഗ്രഹിച്ച് ദൈവകൃപയോടെ പരിപാലിക്കും. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. അതിനായി നമ്മെ തന്നെ കർത്തൃപാദാന്തികെ സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു ദിനം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കൂട്ടിച്ചേർത്തതിനായി സ്തോത്രം. ഞങ്ങളുടേതായ പ്രശ്നങ്ങളിൽ ക്ഷീണിച്ച് തളർന്ന് മടുത്ത് മനം മടുത്ത് നിരാശയിൽ ഞങ്ങളായിരിക്കുന്നു. എന്നാൽ അങ്ങനെയുള്ള ഞങ്ങളോട് യിരെമ്യാ പ്രവാചകനിൽ കൂടെ പറയുകയാ, നീ ദാഹിച്ച് ക്ഷീണിച്ച് വിശന്ന് വലഞ്ഞിരിക്കുകയാണോ? ഞാൻ അതെല്ലാം മാറ്റുന്ന ദൈവമാ. അതേ കർത്താവേ, ഞങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമേ. ഞങ്ങൾ കടന്നു പോകുന്ന വേദനകൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് അതിന്മേൽ പരിപൂർണ വിജയം നൽകണമേ. അങ്ങനെ ഞങ്ങൾ വിജയശ്രീലാളിതരായി കർത്താവിനെ സ്തുതിച്ച് അനേകരെ ഈ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ ദൈവവചനത്താലും ഞങ്ങളുടെ ജീവിതത്താലും ഇടയാക്കണമെന്ന് യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളോട് ഹൃദ്യമായി ഇടപെടട്ടെ. ഏത് വിഷയത്തിൽ ദാഹിച്ച് ക്ഷീണിച്ച് വലഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്നോ അവയ്ക്കെല്ലാം ശാശ്വത പരിഹാരം സ്വർഗത്തിലെ ദൈവം നിശ്ചയമായി നൽകും. അങ്ങനെ വിടുതൽ പ്രാപിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ ഇന്നത്തെ ദിനം ഇടയാക്കട്ടെ. ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ പരിപാലിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.